എജ്ജാതി കുരുവാ രവി ആനക്കൊക്കെ പൊട്ടുന്നത്. നിനക്ക് മൂലം നിറച്ച് കുരുവാണ് ദിവസം പൊട്ടിച്ചുകൊണ്ടിരിക്കാൻ. കഷ്ടം. എന്താണെങ്കിലും ജമീമ റോഡ്രിഗസിന്റെ സെഞ്ചുറിയിൽ ജീസസിന് ക്രെഡിറ്റ് കൊടുത്തത് രവിക്ക് ഒട്ടും കണ്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. രവി കണ്ടറിഞ്ഞ് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. പോസ്റ്റ് വായിച്ചുതരാം. താങ്ക് യു ജീസസ്. മഹാഭൂരിപക്ഷം സത്യക്രിസ്ത്യാനികൾ അടങ്ങിയ ഒരു ചാമ്പ്യൻ ടീമിനെ തേച്ച് ജമീമ റോഡ്രിഗസിനൊപ്പം നിന്ന ജീസസ്, താങ്കളില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഒരിക്കലും ജയിക്കുമായിരുന്നില്ല. താങ്ക് യു ജീസസ്, യു സ്റ്റുഡ് ജമിയ. പിന്നെ അത് ഇംഗ്ലീഷിലോട്ട് ഇട്ടിട്ടുണ്ട്. ഏതായാലും എന്താ പറയുക, ആദ്യമായിട്ടല്ല ഒരു താരം അല്ലെങ്കിൽ ഒരു ക്രിക്കറ്ററോ ഒരു ഫുട്ബോളറോ ഗെയിംസ് ഏത് വേണമെങ്കിലും നിങ്ങൾ എടുത്തോ, ഒരു ഫിലിം ജയിച്ചാൽ പോലും നമ്മൾ അല്ലെങ്കിൽ അതിലെ നടനോ അല്ലെങ്കിൽ അതിലെ കളിക്കാരൊക്കെ ദൈവത്തിനോടൊരു താങ്ക്സ് പറയാറുണ്ടല്ലേ. അത് നമ്മൾ ഇന്നും ഇന്നലെയും കാണുന്ന കാര്യമല്ല. സച്ചിനൊക്കെ ഓരോ വട്ടം സെഞ്ചുറി അടിക്കുമ്പോൾ മേലോട്ട് നോക്കിയിട്ട് ഒരു താങ്ക്സ് ദൈവത്തിന് പറയാറുണ്ട്. അതിനിപ്പോൾ കോഹ്ലിയാണെങ്കിലും ഏതൊരു താരങ്ങളാണെങ്കിലും ഇനിയിപ്പോൾ അത് ഏത് ടീമിലാണെങ്കിലും അതൊക്കെ നമ്മൾ സ്ഥിരം കാണുന്നതാണ്. അന്നൊന്നും പൊട്ടാത്തൊരു പ്രത്യേകതരം കുരു ഈ സമയത്ത് അല്ലെങ്കിൽ ജീസസിനെ വിളിച്ചുകൊണ്ട് ഈ രവിക്ക് പൊട്ടാനുള്ള കാരണം മനസ്സിലാവാത്തത്. പണ്ട് പല ആളുകളും പല കളികളും ജയിക്കുമ്പം പല ദൈവങ്ങളെയും വിളിച്ചിട്ട് അതൊക്കെ പലവട്ടം പല രീതിയിൽ പറഞ്ഞിട്ടുമുണ്ട്. അന്നൊന്നും കുരു പൊട്ടൂല. ചില പ്രത്യേക മതവിഭാഗക്കാർ ദൈവത്തിനെ വിളിക്കുമ്പോഴും അല്ലെ ദൈവത്തിനെ പറ്റി പറയുമ്പോഴും ഒക്കെ ഇവനെ പോലത്തെ ഈ നികൃഷ്ട ജന്മങ്ങൾക്കുണ്ടല്ലോ അവിടെ കുരു പൊട്ടും. Firstly, I want to thank Jesus because I couldn't do this on my own. I know He carried me through today. I want to thank my mom, my dad, my coach. ഞാൻ ചോദിച്ചു നോക്കട്ടെ, നിന്റെ അമ്മ അച്ഛനായിട്ട് ഒന്നനല്ലേ ചൂണ്ടിക്കാണിച്ചു തന്നിട്ടുള്ളൂ? നാട്ടിലെ മൊത്തം ആണുങ്ങളെ ചൂണ്ടിക്കാണിച്ചു തന്നിട്ടില്ലല്ലോ, ഒരാളല്ലേ ചൂണ്ടിക്കാണിച്ചു തന്നിട്ടുള്ളൂ. പക്ഷെ നാട്ടിലെ എല്ലാവർക്കും നടക്കുന്ന കാര്യമാണല്ലേ, ആണുങ്ങൾക്ക് എല്ലാവർക്കും വിചാരിച്ച് നടക്കുന്ന ഒരു കാര്യം. പക്ഷേ ഒരു അച്ഛനെ ചൂണ്ടിക്കാണിച്ചു തന്നിട്ടുള്ളൂ. അതങ്ങനെയാണ് അതിൻ്റെ ഒരു കണക്ക്. ഒരു കളിയാകുമ്പം ഒരാൾക്കേ ജയിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒരു ടീമിനെ ജയിക്കാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ ആ ജയിച്ച കൂട്ടത്തിൽ ഒരാൾ ദൈവവിശ്വാസിയാണ്, അല്ലെങ്കിൽ അയാൾ ദൈവത്തിനോട് പ്രാർത്ഥിച്ചു, ഒരു മനസ്സൊരുക്കി പ്രാർത്ഥിച്ചത് കൊണ്ടുള്ള ഒരു വിശ്വാസമല്ലേ അതൊക്കെ അല്ലേ. അതായത് അമ്മ കാണിച്ചെന്ന അച്ഛനാണ് നിന്റെ അച്ഛനും നീ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ പ്രാർത്ഥിച്ച ദൈവം എനിക്ക് തന്നെ ഒരു അനുഗ്രഹമെന്ന് ആ കുട്ടി വിചാരിക്കുന്നു. അതിലൊക്കെ നമ്മളിങ്ങനെ കുരു പൊട്ടുന്നതിന് കാര്യമില്ല. പല ആളുകളും ഇവിടെ പല ദൈവങ്ങളും വിളിക്കാറുണ്ട്. അന്നൊന്നും നിനക്ക് കുരു പൊട്ടൂല. പ്രത്യേക തരത്തിലുള്ള കുരു, അതിന് സംഘപ്പൊട്ടൽ എന്ന് പറയും, അല്ലെങ്കിൽ സംഘിപ്പൊട്ടൽ എന്ന് പറയും. ഉള്ളിൽ ആ സംഗീസം മറയാണ്ട് പുറത്തോട്ട് വരും. ചില ദൈവങ്ങൾക്ക് മാത്രം കൊടുക്കുന്ന ഇത്തരത്തിലുള്ളൊരു എക്സെപ്ഷൻസ് ആണ് നമ്മുടെ രവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതങ്ങനെയാണ്. രവി പണ്ടും അങ്ങനെ തന്നെയാണ്, എപ്പോഴാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അതിനിപ്പം നമ്മൾ ഈ ഗസ പലസ്തീൻ്റെ കാര്യം പറയുമ്പോഴും രവിക്ക് പൊട്ടുന്ന പൊട്ടൽ അവിടെ ഇസ്രായേലിലെ കുട്ടികൾ മരിച്ചത് അല്ലെങ്കിൽ ഇസ്രായേലിലെ 1500 ആളുകൾ മരിച്ചതാണ്. മറ്റോടത്തെ 70,000 ആൾക്കാരൊന്നും രവിയുടെ കണ്ണിലെ മനുഷ്യന്മാരെ അല്ല. അങ്ങനെയാണ് രവി, പൊതുവേ രവി അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്. അപ്പം രവിനോട് ഞാനതാ പറയണേ, രവി അച്ഛനായിട്ട് ഒരാളെ കാണുന്നു, അതങ്ങ് വിശ്വസിക്കുന്നു. ഈ കൊച്ച് പ്രാർത്ഥിച്ചത് ആ ദൈവത്തിനോടാണ് അല്ലെങ്കിൽ ജീസസിനോടാണ്, ജീസസ് എന്ന അനുഗ്രഹം എന്ന് ആ കൊച്ചു വിശ്വസിക്കുന്നു. അതങ്ങനെ അങ്ങ് എടുത്താൽ മതി. അതിൽ വന്നിട്ട് ഇമ്മാതിരി കുത്തിത്തിരിപ്പും കുഞ്ഞായ്മയും പല്ലുകുത്തി നാറ്റിച്ച് ബാക്കിയുള്ള കൂട്ടത്തിലുള്ള മൊത്തം കൂട്ടക്കാരെ ആ നാറ്റം ഒന്ന് അറിയിക്കണം എന്നുള്ള രവിയുടെ ആ ഒരു ഉദ്ദേശങ്ങളുണ്ടല്ലോ, ഒരു വൃത്തികെട്ട ചിന്താഗതി. ഞാനൊരു എന്താ പറയുക, യുക്തിവാദിയാണെന്ന് സ്വയം പറഞ്ഞിട്ട് സംഘവാദം എപ്പോഴും എന്ന് പറയുന്ന രവിയുടെ ഒരു ഉളുപ്പില്ലാത്ത ഒരു പോസ്റ്റായിട്ടാണ് എനിക്കിതിനെ തോന്നിയത്. പിന്നെ നമുക്കെല്ലാവർക്കും അറിയാം, ഈ ഒരു ജമീമ എന്താ പറയുക, ഈ ഒരു കഴിഞ്ഞ വർഷം കുറേ എല്ലാവരും വീഡിയോ ഇട്ടിട്ടുണ്ട്. ദൈവത്തിനോട് കുറച്ച് അടുത്ത് നിന്നു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് സ്വന്തം ക്ലബ്ബിൽ നിന്ന് വരെ പുറത്താൻ വേണ്ടി പോയി വന്ന ആളാണ് അല്ലേ. മതപരിവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് അല്ല മതപരിവർത്തനം ചെയ്യപ്പെടുന്നു എന്നുള്ള കാരണത്താൽ ഈ ഒരു ടീമിൽ നിന്ന് പോയി. അല്ലെങ്കിൽ ഒരു കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഒക്ടോബർ നവംബർ സമയത്ത് മുംബൈ ടീമിൽ നിന്ന് പുറത്തോട്ട് പോകുന്നു. എന്താ ജിംഖാന ടീമോ അല്ല, ജിംഖാനല്ല, ആ ടീമിൽ നിന്ന് പുറത്തോട്ട് പോകുന്നു. അത് കഴിഞ്ഞ് വീണ്ടും ട്രൈ ചെയ്ത് ഇപ്പോൾ അതിനേക്കാൾ വലിയൊരു പൊസിഷനിലോട്ട് ആളെത്തുന്നു. ഇത് കണ്ട സമയത്ത് അന്ന് മുതലേ കുരുപൊട്ടി ഒലിക്കുന്ന സംഖ്യകളുടെ കൂട്ടത്തിലാണ് നമ്മുടെ രവിയുള്ളത്. ആ ഭാഗം അത്ര തന്നെയുള്ളൂ. ഇത്ര പറയുള്ളൂ. അതിനൊരു കാരണമുണ്ട്. ഈ ഒരു വീഡിയോ ആയിരുന്നു അതിനുള്ള കാരണം അല്ലേ. അന്ന് ടീമിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു ക്ലബ്ബിൽ നിന്ന് തന്നെ പുറത്താവാൻ, ജമീമ പുറത്താവാനുള്ള കാരണം ഈ ഒരു വീഡിയോ ആയിരുന്നു. In the second match simulation, I scored 25 runs of 37 balls. तो Not out. मैच में नॉट आउट रही, मैं 25 रन बनाए 37 बॉलों में. So I just want to thank and glorify God. मैं परमेश्वर को धन्यवाद देना चाहती हूँ. See the power of God. Touch. Say thank you, Jesus. Say thank you. ഇനി നമ്മൾ വിചാരിക്കും ഇതിവിടം കൊണ്ട് തീർന്നു, എല്ലാവരും ഭയങ്കര പ്രൈസ് ചെയ്തു, കൈയടിച്ചു, ജമീമനെ അങ്ങനെ പുകഴ്ത്തുന്നുണ്ട്. പക്ഷേ എല്ലാവർക്കും അത് പറ്റുന്നില്ല കേട്ടോ. BJP നേതാവായിട്ടുള്ള കസ്തൂരി നിങ്ങളറിയാം, നമ്മുടെ മലയാളം സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, തമിഴ് കന്നഡ ഇതിലൊക്കെ ഒരുപാട് മൂവീസിലുണ്ട്, തെലുങ്കിലൊക്കെ ഉണ്ട്. അപ്പം കസ്തൂരിക്ക് ഈ പറഞ്ഞത്, അതായത് ദൈവത്തിന് ജീസസിന് സ്തുതി പറഞ്ഞത് ഒട്ടും അങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല. നേരെ രവിനെ പോലെ തന്നെ മറ്റൊരു കടി, BJP നേതാവും കൂടാണ്, അപ്പോൾ നമുക്കറിയാം ലൈൻ ഏതാന്നുള്ളത്. നേരെ വന്നിട്ട് എക്സിൽ ഒരു പോസ്റ്റാണ് ഇട്ടത്. ഗോഡ് ബ്ലെസ് ജമീമ
But I can't stop wondering, what would have been the reaction if someone says Jai Sri Ram or Har Har Mahadeva or Sat Sri Akkal? Have anybody done it? ഒരുപാട് പേര്, അതായത് എന്താണ് കസ്തൂരിക്ക് ഇഷ്ടപ്പെടാത്തത്? എന്തിനാ ജീസസിനോട് ക്രെഡിറ്റ് കൊടുത്തത്? ആരെങ്കിലും ജയശ്രീരാം വിളിച്ചിരുന്നു? ജീസസ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞതിന് പകരം ജയശ്രീരാം വിളിച്ചിരുന്നെങ്കിൽ എന്താവുമായിരുന്നു സ്ഥിതി? മഹാദേവ, ഹർ ഹർ മഹാദേവ എന്ന് വിളിച്ചിരുന്ന എന്താവുമായിരുന്നു സ്ഥിതി? എന്താവാനാണ്? എല്ലാ താരങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സച്ചിനാണെങ്കിലും കോഹ്ലി ആണെങ്കിലും ഗാംഗുലി ആണെങ്കിലും എല്ലാവരും കയ്യിൽ 10 ചരടും കെട്ടും. ഇവിടെ വന്നിട്ട് ഒരു സെഞ്ചുറി അടിച്ചു കഴിഞ്ഞാൽ മേലോട്ട് നോക്കിയിട്ട് അവരുടെ ദൈവത്തിന് തന്നെ അർഹർ മഹാദേവനും ശിവശംഭുവിനും അതല്ലെങ്കിൽ ജയശ്രീരാമിനും ഒക്കെ തന്നെ താങ്ക്സ് പറഞ്ഞിട്ടുള്ളത്. അത് പലപ്പോഴും പല ഇൻ്റർവ്യൂസിലും ഗ്രൗണ്ടിലും പല സ്ഥലങ്ങളിലും പറഞ്ഞതാണ്. അന്നൊന്നും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഈ ഒരു ജീസസിനെ വിളിക്കുമ്പോൾ എന്താണ് നിങ്ങൾ ഈ സംഘ പുത്രിമാർക്കും പുത്രന്മാർക്കും ഈ മൂട്ടിൽ കുരു പൊട്ടുന്നതെന്ന് മനസ്സിലാവാത്തത്? കോഹ്ലി ഓരോ കളി കഴിയുന്നതിൻ്റെ മുമ്പേ, ഓരോ കളി കളിക്കാൻ പോകുന്നതിൻ്റെ മുമ്പും ഈ ഒരു സ്വാമീജിൻ്റെ അടുത്ത് പോയിട്ട് അനുഗ്രഹം എടുത്തിട്ടേ പോവാറുള്ളൂ. ഓരോ കളി അത് നമ്മുടെ പത്രമാധ്യമങ്ങളിലൊക്കെ ഇടാറുണ്ട്. അങ്ങനെ ആ ഒരു അനുഗ്രഹം എടുത്തിട്ട്, ഒരു ആൾ ദൈവത്തിൻ്റെ അടുത്ത് നിന്നാണ് അനുഗ്രഹം എടുത്തിട്ട് പോയിട്ടാണ് കളി കളിച്ച് എന്തെങ്കിലും ഒരു സെഞ്ചുറി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മൈൽ സ്റ്റോണിൽ എത്തിക്കഴിഞ്ഞാൽ അടുത്ത് നേരെ പോകുന്ന അതേ സ്വാമിയുടെ അടുത്തോട്ടാണ് താങ്ക്സ് പറയും. ദൈവത്തിനോട് ഭക്തിയുള്ള ആളുകൾ അതൊക്കെ ചെയ്യും. അത് ജയശ്രീരാം വിളിച്ചുകൊണ്ട് ഇവിടെ ആരും ഒരു കുഴപ്പമുണ്ടാക്കൂല. ഇവിടെ ജയശ്രീരാം വിളിച്ചിട്ടില്ലെങ്കിൽ ഇവിടെ ആളെ കൊല്ലുന്നുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ല. ജയശ്രീരാം വിളിച്ചിട്ടില്ലെങ്കിൽ ഉത്തർപ്രദേശിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നിന്നെ ചിലപ്പോൾ അടിച്ചങ്ങ് കൊല്ലും. ചിലപ്പോൾ നീ ജയശ്രീരാം വിളിപ്പിക്കും. അത് മുസ്ലിമോ ക്രിസ്ത്യനോ ആണെങ്കിൽ പറയാൻ വേണ്ട. ഇവിടെ ജീസസിനെ വിളിച്ചാലും അള്ളാഹു അക്ബർ വിളിച്ചാലും ഇവിടെ പ്രശ്നമൊന്നും. ആ വിളിക്കുന്നവനെ മതം മാറ്റത്തിൻ്റെ പേരിലും മറ്റ് പല ജിഹാദുകളുടെ പേരിലും ഇവിടെ ജയിലിലിട്ട് കൊടുക്കുന്നത്. ഇവിടെ രാമനെ വിളിച്ചുകൊണ്ട് ഒരു പ്രശ്നമില്ല. രാമനെ വിളിച്ച സേഫാണ് ഇവിടെ. അപ്പം ഇങ്ങനത്തെ പലതരത്തിലുള്ള കൃമികളും ഇങ്ങനത്തെ എന്താ പറയുക, ഈ ജീസസിനെ വിളിച്ചു കഴിഞ്ഞപ്പം ഒരുപാട് പേർക്ക് കുരു പൊട്ടിയിട്ടുണ്ട്. കുറേ പേര് പൊട്ടിയ കുരു പുറത്ത് കാണിക്കാണ്ടിരിക്കാൻ പലതരത്തിലുള്ള ഇൻഡയറക്റ്റ് പോസ്റ്റുകൾ ഇട്ട് തൽക്കാലം മുഖം രക്ഷിച്ചു വെച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ പലതരത്തിലുള്ള നിരീക്ഷകന്മാരും. അതും നമ്മൾ കണ്ടു അല്ലേ ഇന്നലെ. ഇതേ ആൾ തിരിച്ചായിരുന്നെങ്കിൽ നമ്മൾ തിരിച്ചും കാണുമായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഇന്ത്യയുടെ അവസ്ഥ. നിങ്ങൾ കണ്ടു നോക്കി. ഈ ക്രിസംഖികൾ വിചാരിക്കുന്നുണ്ട് അവന്മാരെ സംഖികൾ തോളത്ത് ഇങ്ങനെ കയറ്റി നടക്കുന്ന അവസാനം അവന്മാർ നിങ്ങളുടെ വായിൽ തന്നെ അടിച്ചു തരും എന്നുള്ളത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. അത് ഈ ക്രിസംഖിയൊക്കെ മനസ്സിലാവാത്തതുകൊണ്ടല്ല. ഉള്ള കാലം, ജീവിക്കുന്ന കാലം അത്യാവശ്യം ചാണാൻ തന്ന് സുഖമായിട്ട് ജീവിക്കുക എന്നുള്ളത് കൊണ്ടാണ്. അതല്ലെങ്കിൽ ഈ രാജ്യത്ത് ഇപ്പോഴത്തെ ഒരു അവസ്ഥ നമ്മൾ ഇങ്ങനെ തന്നെ പോവുകയാണെങ്കിലേ ഇവിടെ മുസ്ലിം എന്ന പേര് വെച്ച് കഴിഞ്ഞാലും അല്ലെങ്കിൽ ക്രിസ്ത്യൻ പേര് വെച്ച് കഴിഞ്ഞാലും അള്ളാഹു അക്ബർ എന്നോ അല്ലെങ്കിൽ ജീസസ് ക്രൈസ്റ്റിനുള്ള വിളിയൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കടി പല വഴിക്ക് കിട്ടും. ഇപ്പം കിട്ടി തുടങ്ങിയതേ ഉള്ളൂ. മറ്റ് പല രീതിയിലും മൂട്ടിലടി കിട്ടി നീയൊക്കെ ഇവിടുന്ന് ഓടേണ്ടി വരും. അതിന് അധികാലമൊന്നും വേണ്ട. അത് അധിക വിദൂരമൊന്നുമല്ല. ആ ഫ്യൂച്ചർ അടുത്ത് എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമാണ് അവിടുന്ന് ഇവിടുന്ന് അടി കിട്ടുന്നത്. ഇനിയെങ്കിലും അതൊക്കെ ഒന്ന് മനസ്സിലാക്കി. ന്യൂനപക്ഷങ്ങൾ അത് മനസ്സിലാക്കാണ്ട് തമ്മിൽ തല്ലാണ്ട് അറ്റ്ലീസ്റ്റ് ഒരുമിച്ച് നിൽക്കുക എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കുക. ഇവിടെ നാട്ടിലെ നല്ലവരായിട്ടുള്ള ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം ഇവരൊക്കെ ഒരുമിച്ച് നിൽക്കട്ടെ. ഈ വക സംഘിക്കൂട്ടങ്ങളെ അല്ലെങ്കിൽ കാഷ്ടങ്ങളെ അങ്ങോട്ട് മാറ്റി നിർത്തുക. ഈ രവിനെ പോലത്തെ പല അല്ലെങ്കിൽ യുക്തിവാദി എന്നുള്ള പേര് വെച്ചിട്ട് സംഘവാദം പറയുന്ന നികൃഷ്ട ജന്മങ്ങളുണ്ടല്ലോ, അത് മാറ്റി നിർത്തുക. അതാ ചെയ്യേണ്ടത്.